വിജയത്തിൻ്റെ വൻമലകൾ കീഴടക്കാൻ വിജയവീഥിയിലേക്ക് സ്വാഗതം. കാർമേഘങ്ങളില്ലാത്ത ജീവിതത്തിൽ മഴവില്ല് കാണാൻ സാധിക്കുകയില്ല. പ്രശസ്ത ചിന്തകനായ ബെഞ്ചമിൻ ഡിസ്രേലിയുടെ വാക്കുകളാണിത്. ജീവിതത്തിൽ അപമാനങ്ങളുണ്ടായേക്കാം, ബുദ്ധിമുട്ടുകളുണ്ടായേക്കാം, പ്രയാസങ്ങളുണ്ടായേക്കാം. പക്ഷേ ഈ അപമാനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും വിജയത്തിൻ്റെ ഇന്ധനമാക്കി മാറ്റിയവരാണ് യഥാർത്ഥ വിജയികൾ. വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത്, അത് നിറയേണ്ടത് നമ്മളുടെ മനസ്സിലാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഓരോ അവസ്ഥകളിൽ അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുണ്ടാകാം. മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചിരിക്കാം. നമ്മളുടെ അവസ്ഥകളെ ആയിരിക്കാം, നമ്മളുടെ സാമ്പത്തിക ചുറ്റുപാടിനെ ആയിരിക്കാം, കുടുംബ പശ്ചാത്തലത്തെ ആയിരിക്കാം, മാതാപിതാക്കളെക്കുറിച്ചായിരിക്കാം, കോടതികളും കേസുകളും ഒക്കെയായിട്ടുള്ള മറ്റു തരത്തിലുള്ള അപമാനമായിരിക്കാം, മാധ്യമങ്ങൾ വഴിയായിട്ടുള്ള അപമാനമായിരിക്കാം, വാക്കുകൾ വഴിയുള്ള അപമാനങ്ങളായിരിക്കാം. മുറിപ്പെടുത്തുന്ന പലതും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ പര്യാപ്തമായിരിക്കാം. പക്ഷേ ഓർക്കുക, ജീവിതത്തിൽ പലരും നമ്മളെ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മളായിട്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മളെ തകർക്കാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പലരും നമ്മളുടെ ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചേക്കാം. നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥ ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവർ നമ്മളെ വിമർശിച്ചേക്കാം. പക്ഷേ ആ വിമർശനം നമ്മളുടെ ജീവിതത്തിലെ ഉയർച്ച, ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മളുടെ ജീവിതത്തിന് നേർക്ക് വരുന്ന വിമർശനങ്ങളിൽ ശരിയേത്, സ്വീകരിക്കേണ്ടത് ഏത്, തള്ളേണ്ടതേത് എന്ന്. ശരിയായ വിമർശനമാണെങ്കിൽ അത് ഏറെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുക. അതിനെ ഒരിക്കലും ഒരു അപമാനമായി കാണാതിരിക്കുക. അതല്ല, നമ്മളുടെ ഉയർച്ചയിലുള്ള അസൂയയും അസഹിഷ്ണുതയുമാണ് ആ വിമർശനത്തിന് പിന്നിലെങ്കിൽ അത് തിരിച്ചറിയുക. ജീവിതത്തിൽ ഓരോ അപമാനത്തിൽ നിന്നുകൊണ്ട് ആ ഒരു തളർച്ചയിലേക്ക് പോകാതെ, അപമാനം നമ്മളുടെ മനസ്സിൽ ഒരു എരിയുന്ന അഗ്നിജ്വാലയായി മാറണം. വിജയത്തിലേക്ക് ആളിപ്പടർത്തുന്ന ഒരു അഗ്നിജ്വാലയായി. അങ്ങനെ സ്വന്തം ജീവിതത്തിൽ ബാല്യകാലത്ത് നേരിട്ട മനസ്സിനേറ്റ മുറിവിനെ വിജയത്തിലേക്കുള്ള വൻ അഗ്നിജ്വാലയായി ആളിക്കത്തിച്ച ഒരു വ്യക്തി ഫ്രാങ്ക് വൂൾസ്വാർത്ത്. അമേരിക്കയിൽ ചെല്ലുന്ന ഓരോ വ്യക്തികളുടെയും മുമ്പിലേക്ക് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്ന ഖ്യാതി നിലനിർത്തിയ ഒരു മന്ദിരമുണ്ട്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പണിതീർന്ന 1931 മുമ്പ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മന്ദിരമായിരുന്ന വൂൾസ്വർത്ത് ബിൽഡിംഗ്. ആ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നിറയുന്നത്, നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു എനർജിയാണ്, ഒരു ജീവിതമാണ്. അപമാനത്തെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റിയെടുത്ത ഒരു കൊച്ചു പയ്യൻ്റെ ജീവിതത്തിലെ ദൃഢനിശ്ചയത്തിൻ്റെ കഥ. വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കിലെ ഏറെ പ്രശസ്തമായ മൂർ ആൻഡ് ആക്സ്ബറി സ്റ്റോറിലേക്ക് ഒരു കൊച്ചു ബാലൻ കടന്നു വന്നു. രാവിലെ തന്നെ ആ ഒരു കടയിലെത്തിയ ബാലൻ്റെ കയ്യിൽ കുറച്ച് ചില്ലറ നാണയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മുഷിഞ്ഞ നിറം മങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച ആ ബാലൻ എത്തിയത് അവൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മയുടെ ജന്മദിനത്തിൽ ഒരു സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലെത്തിയ ബാലനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസർ അവനെ അവൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് തള്ളി. എന്നിട്ട് അവനോട് പറഞ്ഞു, കണ്ട തെണ്ടികൾക്കൊന്നും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത്. ആ പിഞ്ചു ബാലൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവൻ ആ കെട്ടിടത്തെ നോക്കി. അവൻ്റെ ഹൃദയത്തിൽ അവൻ ഉറപ്പിച്ചു, രേഖപ്പെടുത്തി. അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നു, പക്ഷേ ഒരിക്കൽ ഞാൻ തിരിച്ചു വരും. അന്ന് ഈ വലിയ സ്റ്റോർ ഞാൻ വിലയ്ക്ക് വാങ്ങും. ഇതിലും വലിയ ഒരു സ്റ്റോർ ഞാൻ ഇവിടെ പണിയും. നാളുകൾ കഴിഞ്ഞു. ആ കൊച്ചു ബാലൻ്റെ കാര്യം എല്ലാവരും മറന്നു. അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവൻ്റെ മനസ്സിൽ അണയാതെ കിടന്ന ഒരു ജ്വാലയുണ്ടായിരുന്നു. തൻ്റെ അമ്മയ്ക്ക് ജന്മദിന സമ്മാനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ തനിക്ക് തിരസ്കരണം നേരിട്ട ആ ഒരു വലിയ സ്ഥാപനത്തിനും അപ്പുറം വൻ സ്ഥാപനമായിട്ടുള്ള ഒരു സ്ഥാപനവുമായി തനിക്ക് കടന്നു വരണമെന്നുള്ള തീക്ഷ്ണമായിട്ടുള്ള ഒരു ചിന്ത. അങ്ങനെ അവൻ ചെറിയൊരു കട തുടങ്ങി ന്യൂയോർക്കിൽ.
$1 ഏത് സാധനവും ലഭിക്കുന്ന ഒരു കട, ചെറിയൊരു കടയായിരുന്നു. പക്ഷേ അതിൻ്റെ ആകർഷക ഘടകങ്ങൾ കൊണ്ട് തന്നെ ഒത്തിരിയേറെ ആളുകൾ ആ കടയിലേക്ക് വന്നു. പതിയെ പതിയെ ആ കട വികസിച്ചു. അങ്ങനെ പടിപടിയായിട്ട് അവൻ്റെ ആ ഒരു ബിസിനസ് വളർന്നു വന്നു. ഇതിനിടയിൽ പലതവണ അവന് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു, പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ കുതിച്ചു. ശരിയായ വഴിയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, തെറ്റായിട്ടുള്ള ഒരു മാർഗവും സ്വീകരിക്കാതെ. അങ്ങനെ ഒടുവിൽ 1913 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ വൂൾസ്വർത്ത് ബിൽഡിംഗ് ന്യൂയോർക്കിൽ അവൻ സ്ഥാപിച്ചു. 1930 വരെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു വൂൾസ്വർത്ത് ബിൽഡിംഗ്. ഒരു സാധാരണ വിറകുവെട്ടിയുടെ മകനായ ഫ്രാങ്ക് വൂൾസ്വർത്ത് എന്ന ബാലൻ്റെ മനസ്സിലേക്ക് അഗ്നിജ്വാലകളായി അപമാനം മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അത്ഭുതം. നമ്മളുടെ ജീവിതത്തിലും നമുക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഓരോ അനുഭവങ്ങളെയും അതിനെ നേരിട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് വൻ വിജയത്തിലേക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. വിജയം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് കടന്നു വരണം. ജീവിത അനുഭവങ്ങളെ നോക്കിക്കാണുന്ന മനോഭാവത്തിൽ നിന്ന് അത് കടന്നു വരണം. എങ്കിൽ മാത്രമാണ് ജീവിതത്തിലെ ദുരനുഭവങ്ങൾ, അപമാനങ്ങൾ, വേദനകൾ അതിനെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ നേരിട്ട അനുഭവത്തെ വളർച്ചയ്ക്കുള്ള ആ ഒരു ഇന്ധനമാക്കി മാറ്റിയെടുത്ത ഫ്രാങ്ക് വൂൾസ്വർത്ത്, ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നൂറ്റിരണ്ട് നിലകളിലും 1250 അടി ഉയരത്തിലും 1913 മുതൽ 1930 വരെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്ന പേര് നിലനിർത്തി വൂൾസ്വർത്ത് ബിൽഡിംഗ്സ് എന്ന മന്ദിരം. വൂൾസ്വർത്ത് ബിൽഡിംഗ്സിന്റെ പിറവിക്ക് പിന്നിലും മറക്കാനാവാത്ത ഒരു ചരിത്രമുണ്ട്. ലോകം മായ്ക്കാത്ത വിജയ ചരിത്രം. വർഷങ്ങൾക്ക് മുൻപ് തണുത്തുറഞ്ഞ ഒരു പ്രഭാതത്തിൽ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ സ്റ്റോറായ മൂർ ആൻഡ് ആക്സ്ബർഗി കോർട്ടേജ് സ്റ്റോറിലേക്ക് ഒരു ബാലൻ കടന്നുചെന്നു. അവൻ ഒരു വർഷമായി സ്വരുക്കൂട്ടിയ തുച്ഛമായ സമ്പാദ്യവുമായിട്ടാണ് വരവ്. അവന്റെ അമ്മയുടെ പിറന്നാളിന് കൊടുക്കാൻ, പിറന്നാൾ സമ്മാനം വാങ്ങാനായിരുന്നു അവൻ അവിടെ ചെന്നത്. മുഷിഞ്ഞുനാറിയ വസ്ത്രമണിഞ്ഞെത്തി കയ്യിലെ തുച്ഛമായ തുക നീട്ടി കാര്യം പറഞ്ഞപ്പോൾ, നിന്നെപ്പോലുള്ള തെണ്ടികൾക്ക് വേണ്ടിയുള്ളതല്ല ഈ കടയെന്ന് പറഞ്ഞ് അപമാനിച്ച് ആ ബാലനെ അവർ മടക്കി അയച്ചു. നിറഞ്ഞ കണ്ണുകളോടെ പുറത്തിറങ്ങിയ ആ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഒരു നാൾ ഞാനും ഇതുപോലൊരു സ്റ്റോർ സ്വന്തമാക്കും. വർഷങ്ങൾ കഴിഞ്ഞു. അവൻ അധ്വാനിച്ച് ഒരു ചെറിയ സ്റ്റോർ തുടങ്ങി. ഏതു സാധനവും $1 കിട്ടുന്ന കട. കഠിനാധ്വാനവും ഉറച്ച ദൈവവിശ്വാസവും ഉണ്ടായിരുന്ന ആ ബാലന്റെ നിശ്ചയദാർഢ്യത്തിൽ ആ സ്ഥാപനം വികസിച്ചു. ഒരിക്കൽ തന്നെ അപമാനിച്ചു പുറത്താക്കിയ മൂർ ആൻഡ് ആക്സ്ബറി കോർട്ടേജ് സ്റ്റോർ തന്നെ അവൻ വിലയ്ക്ക് വാങ്ങി. തുടർന്ന് ലോകപ്രശസ്തമായ വൂൾസ്വർത്ത് ഷോപ്പ് ശൃംഖല തന്നെ പിന്നീട് സ്ഥാപിച്ചു. ഈ ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും പഴയ അമ്പരചുംബിയായ വൂൾസ്വർത്ത് ബിൽഡിംഗ്സിന്റെ സ്ഥാപകൻ ഫ്രാങ്ക് വൂൾസ്വർത്ത് ആയിരുന്നു ആ ബാലൻ. ഒരു വിറകുവെട്ടുകാരന്റെ മകൻ ഇന്ന് അമേരിക്കയിൽ പൈതൃക മന്ദിരങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി സംരക്ഷിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഉടമയായി. ഇന്ന് ഈ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നൊരു സത്യം, തികഞ്ഞ ദൈവവിശ്വാസവും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതു താഴ്ചയും ഉയർച്ചയാകും. ഫ്രാങ്ക് വൂൾസ്വർത്തും വൂൾസ്വർത്ത് ബിൽഡിംഗ്സും ആ ചിന്തകൾ നമ്മിൽ ഉണർത്തുന്നു.
ജീവിതത്തിൽ ഫ്രാങ്ക് വൂൾസ്വർത്ത് എന്ന വ്യക്തി നമുക്ക് പകർന്നു തരുന്ന ഒട്ടേറെ പാഠമുണ്ട്. പലതവണ നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ നമ്മളുടെ നേർക്ക് നമുക്ക് അനുഭവപ്പെടാം. അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാം. സമ്പത്തില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം, മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം, ആശുപത്രിയിൽ രോഗിയായിട്ട് വരുന്ന കുടുംബാംഗങ്ങളുടെ ചെലവ് നിർവഹിക്കാനുള്ള പണമില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം, വേണ്ടത്ര സൗന്ദര്യമില്ല എന്നുള്ള കാരണത്താലായിരിക്കാം, വേണ്ടത്ര ബുദ്ധിശക്തിയില്ല എന്നുള്ള കാരണത്താലായിരിക്കാം, നല്ല കുടുംബത്തിൽ പിറന്നില്ല എന്നുള്ള കാരണത്താലായിരിക്കാം. കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മളുടെ ജീവിതത്തിലെ ഏത് ദുരനുഭവങ്ങളിലും നമുക്ക് തളരാത്ത മനസ്സുമായി അതിനെ നേരിടാം. ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കാം. നമ്മളുടെ കഴിവുകളിൽ, നമ്മളുടെ ക്വാളിറ്റിയിൽ, ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നാം വയ്ക്കുന്ന ഉയർന്ന ലക്ഷ്യങ്ങൾ നമുക്ക് കീഴടക്കാൻ സാധിക്കും. ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, മുറിവേൽക്കലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിറയുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായി നമ്മുടെ ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണുപിടിക്കാം. സാർ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്, കളിയാക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? സാർ, എൻ്റെ ചോദ്യം ഇതാണ്. ജീവിതത്തിൽ ഒരാളുടെ വില എങ്ങനെ മനസ്സിലാക്കാം? അഥവാ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വില എന്തെന്ന് എങ്ങനെ മനസ്സിലാക്കാം? സാർ, ദയവായി ഒന്ന് വിശദീകരിക്കാം. സർ, എൻ്റെ ചോദ്യം ഇതാണ്. അപമാനങ്ങളിൽ നിന്നും കരകയറാൻ ദേവാശ്രയബോധം എത്രമാത്രം സഹായകമാകും? ഒന്ന് വിശദീകരിക്കാമോ? സാർ, എൻ്റെ ചോദ്യം ഇതാണ്. ജീവിതത്തിൽ വേദനകൾ ആവശ്യമോ? സാർ, ഒന്ന് വിശദീകരിക്കാമോ? കളിയാക്കലുകളും അപമാനങ്ങളും പലപ്പോഴും നമ്മളുടെ മനസ്സിൻ്റെ ശക്തി കെടുത്തിയേക്കാം. ആ ഒരു ചോദ്യത്തിനെക്കുറിച്ച് അതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ പലരും നമ്മളെ തകർക്കാൻ ശ്രമിക്കും. ഓരോ മറ്റുള്ളവരുടെ വാക്കുകളിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. ആളുകൾ പലതരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാ ആളുകളെയും നന്നാക്കിക്കൊണ്ട് എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറയും എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് പല അഭിപ്രായം കാണാം. അടുത്ത കാലത്ത് APJ അബ്ദുൽ കലാം എന്ന വലിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ പോലും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കടന്നു വന്നു. ഇത്രയും മഹാനായ ഒരു മനുഷ്യനെക്കുറിച്ച് പോലും ആളുകൾ അവരുടെ നെഗറ്റീവായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്നെങ്കിൽ ചിന്തിക്കുക, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെക്കുറിച്ച് എത്ര തരത്തിലുള്ള വാക്കുകളായിരിക്കാം ആളുകൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അധികം ഫോക്കസ് കൊടുക്കാതിരിക്കുക. നമ്മളുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക. നമ്മളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തുക. അതല്ലാതെ ഒരിക്കലും അപമാനങ്ങളിലും പീഡനങ്ങളിലും അവഹേളനങ്ങളിലും തളരാതിരിക്കുക. മറ്റൊന്ന്, നമ്മളുടെ തന്നെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക. മറ്റൊരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, നമ്മളുടെ മൂല്യം നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന്. വളരെ നിസ്സാരമാണ്. നമ്മൾ ഓരോരുത്തരും ഈ 5 വിരലും നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഓരോ വിരലും വ്യത്യസ്തമാണ്. ഏതെങ്കിലും ഒരു വിരലാണ് ഏറ്റവും മികച്ചതെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കുകയില്ല. കാരണം ഓരോ വിരലിനും അതിൻ്റേതായിട്ടുള്ള ദൗത്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോകത്ത് പിറന്നു വീണ ഓരോ വ്യക്തികളും അമൂല്യരായിട്ടുള്ള വ്യക്തികളാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള കുറവുകളുമുണ്ട്. നമ്മളുടെ കുറവുകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം, അത് മനസ്സിലാക്കാം, അത് തിരുത്താൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്ക് തിരുത്താം. ഒപ്പം നമ്മളുടെ കഴിവുകളിലേക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ മൂല്യം മനസ്സിലാക്കാം, അവിടെ പ്രവർത്തിക്കാം, മികച്ച വിജയം നേടിയെടുക്കാം. അപമാനങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാം. പക്ഷേ വേദനകളിലും അപമാനങ്ങളിലും ദൈവാശ്രയബോധം എത്രത്തോളം നമ്മളെ സഹായിക്കും എന്നായിരുന്നു ഒരാളുടെ ചോദ്യം. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ഊർജമാണ്. നമ്മളോടൊപ്പം ഒരാളുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്കൊരു ശക്തി പകരും. ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിയോട് പറയുക മുകളിൽ നിന്ന് താഴേക്ക് ചാടാനെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൊച്ചുകുട്ടിയുടെ പിതാവ് താഴെ നിന്ന് കൈ വിടർത്തി കാണിച്ചാൽ മറ്റൊന്നും ആലോചിക്കത്തില്ല, ആ കൊച്ചുകുട്ടി എടുത്തു ചാടും. കാരണം അവൻ്റെ പിതാവിൽ വിശ്വാസമുണ്ട്. അവൻ്റെ മനസ്സിൽ അവന് ഉറപ്പുണ്ട്, അവൻ്റെ പിതാവ് ഏത് വീഴ്ചയിലും അവനെ കാത്തുകൊള്ളുമെന്ന്.
എൻ്റെ ഏതവസ്ഥകളിലും ദൈവം എന്നെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ദൈവാശ്രയബോധം ഉണ്ടെങ്കിൽ ഏത് അപമാനവും നമ്മളെ തളർത്തുകയില്ല. മറിച്ച് നമ്മളുടെ മനസ്സ് അതിനെ നേരിടാൻ പര്യാപ്തമായിരിക്കും. അതിൽ നമ്മൾ കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിച്ച് മികച്ച ഒരു മനസ്സുമായിട്ട് വിജയത്തിലേക്ക് കടന്നു വരും. മറ്റൊരാൾ ചോദിച്ച ഒരു ചോദ്യം, വേദനകൾ ജീവിത വിജയത്തിന് ആവശ്യമാണോ എന്നുള്ളതാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പലരും വേദനകളെ ഭയക്കുകയാണ്. വേദനകളൊന്നും വേണ്ട, ജീവിതം വളരെ സുഖകരമായിരിക്കാനാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ആർക്കും വേദനകൾ ഇഷ്ടമില്ല, ബുദ്ധിമുട്ടുകൾ ഇഷ്ടമില്ല, പ്രയാസങ്ങൾ ഇഷ്ടമില്ല. ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ, ഇൻസ്റ്റൻ്റായിട്ട് എന്തും കിട്ടുക, റെഡിമെയ്ഡ് ഡ്രസ്സ്, റെഡിമെയ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് എല്ലാം വളരെ എളുപ്പത്തിൽ ജീവിതത്തിലേക്ക് വരിക, അതിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് വേദനകൾ ജീവിത വിജയത്തിന് ആവശ്യമാണ്. തീർച്ചയായിട്ടും വേദനകൾ നമ്മളെ കൂടുതൽ ശുദ്ധീകരിക്കുക ചെയ്യുന്നത്. നമ്മളുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് വേദനകൾ ഏറെ ആവശ്യമാണെന്നുള്ളതാണ്. ഒരു സ്വർണം, ആ സ്വർണം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ചൂടിൽ അത് അഗ്നിയിൽ വെച്ച് അതിനെ അടിച്ച് പരത്തി കഴിയുമ്പോഴത്തേനാണ് ആ കനത്ത ചൂടിൽ അതിലെ മാലിന്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. അതല്ല തീയിലേക്ക് വെച്ച ഉടനെ സ്വർണം പറയുക, അയ്യോ എനിക്ക് തീയുടെ ചൂട് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറി നിൽക്കുകയാണെങ്കിൽ അതിനൊരിക്കലും ആ ഒരു പ്യൂരിറ്റിയിലേക്ക്, ശുദ്ധതയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. നമ്മളുടെ ജീവിതം അതുപോലെയാണ്. നമ്മളുടെ ജീവിതത്തിലെ വേദനകൾ നമ്മളെ കൂടുതൽ കരുത്ത് നൽകുകയാണ്. നമ്മളുടെ മനസ്സിന്, നമ്മളുടെ ആത്മാവിന് കൂടുതൽ ശക്തി നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേദനകളെ നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം. അത് നമ്മളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടാൻ, വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ നമുക്ക് ശക്തിയാണ് പകരുന്നത്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള അനേകം ഘടകങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, നാം മനസ്സിലാക്കേണ്ട ചില ചിന്തകളുണ്ട്. നമ്മളുടെ ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കുന്ന, നമ്മളുടെ ബോധ്യങ്ങളെ മാറ്റിയെടുക്കുന്ന, നമ്മളുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുന്ന ചില മികച്ച ചിന്തകൾ. ആ ചിന്തകൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് നയിക്കാൻ അവയെ നമുക്ക് സ്വീകരിക്കാം. ആ സത്ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വൻ ലക്ഷ്യങ്ങളും കീഴടങ്ങും. സ്ഥിരോത്സാഹികൾ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വിഷമതകളെ നേരിടുമ്പോഴാണ് മനുഷ്യന്റെ കരുത്ത് മനസ്സിലാക്കുക. മുന്നിട്ടിറങ്ങലിലൂടെ ധീരത വർദ്ധിക്കുന്നു. പിന്തിരിയൽ മൂലം ഭയവും വർദ്ധിക്കുന്നു. സന്തോഷത്തിന്റെ ഒരു വാതിലടയുമ്പോൾ വേറൊന്ന് തുറക്കുന്നു. പക്ഷേ നാം അടഞ്ഞ വാതിലിന് നേർക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്കു വേണ്ടി തുറന്ന വാതിൽ കാണുന്നില്ല. സ്വപ്നങ്ങളെ ശരിയായ വഴിയിലൂടെ പിന്തുടരുന്നവരെ അതൊരിക്കലും നിരാശപ്പെടുത്തില്ല. പരിശ്രമശാലിക്ക് അസാധ്യമായി ഒന്നുമില്ല. വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രം കാണുന്ന വാക്കാണ് അസാധ്യം. ലോകാത്ഭുതങ്ങളെല്ലാം അവ യാഥാർത്ഥ്യമാകുന്നതിനു മുൻപ് അസാധ്യമെന്ന് പലതവണ വിലയിരുത്തപ്പെട്ടതാണ്. കുരിശില്ലാതെ ജീവിത വിജയമില്ല. ഒരു കാലത്ത് അപമാനത്തിൻ്റെ പ്രതീകമായ കുരിശിനെ ഉയർപ്പിലൂടെ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ യേശുക്രിസ്തു താൻ സഹായിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചോദിച്ചു ചെന്ന മദർ തെരേസയ്ക്ക് സഹായമായി നൽകിയത് ഖാർക്കിച്ചുള്ള തുപ്പൽ. അത് സ്വീകരിച്ചിട്ട് മദർ പറഞ്ഞു, ഇത് എനിക്കുള്ളത്, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തന്നാലും എന്ന്. ജീവിതത്തിൽ അപമാനങ്ങളുണ്ടായപ്പോൾ, വേദനകളുണ്ടായപ്പോൾ, പ്രയാസങ്ങളുണ്ടായപ്പോൾ അതിനെ നേരിട്ട ആ ഒരു രീതി, അനുഭവം നമ്മളും പാഠമാക്കേണ്ടതാണ്. ജീവിതത്തിൽ അപമാനങ്ങളിലൂടെ കടന്നു പോകാത്തവർ ആരുമില്ല. ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ അവഹേളനങ്ങളിൽ പെട്ടിട്ടുണ്ടാകാം, അപമാനങ്ങളിൽ പെട്ടിട്ടുണ്ടാകാം. നമ്മളെ പലരും തിരിച്ചറിഞ്ഞില്ല എന്ന് വരാം, അവഗണിച്ചിട്ടുണ്ടായെന്ന് വരാം. പക്ഷേ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുക, ഈ ലോകത്ത് കുരിശില്ലാതെ ഒരു ഉയർപ്പുമില്ല. ഓരോ അപമാനങ്ങളും നമ്മളുടെ ജീവിതത്തെ കൂടുതൽ ശുദ്ധിയിലേക്ക്, ശക്തിയിലേക്ക്,
നമ്മളെ നയിക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് അതിനെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ പരിവർത്തനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുക, ശാന്തമായി സ്വീകരിക്കുക, ക്ഷമയോടുകൂടി സ്വീകരിക്കുക. അതല്ലാതെ ചില ആളുകളുണ്ടാകാം, അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അത് സ്വീകരിക്കാം, ആ നിമിഷം പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥ മൂലം മാത്രം. പക്ഷേ മനസ്സിൽ തന്നെ അപമാനിച്ച വ്യക്തിയോടുള്ള ഈർഷ്യയും പകയും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം, ഒരു സപ്രസ്ഡ് ആങ്കർ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള വ്യക്തിയായി മാറാതെ നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ക്ഷമിക്കാൻ പഠിക്കാം. മനസ്സിൽ നിന്ന് ക്ഷമയുണ്ടാകട്ടെ. മറ്റുള്ളവർ നമ്മളോട് തെറ്റുകൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഇരയായിരിക്കാം, എങ്കിൽ കൂടി അവരോടുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാലും മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പഠിക്കാം. ഓർക്കുക, എയ്തുവിട്ട അമ്പും തൊടുത്തുവിട്ട വാക്കുകളും ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഒരിക്കൽ മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. കാലം മുറിവുകളെ മായ്ച്ചാലും അതിൻ്റെ പാടുകൾ എന്നും നിലനിൽക്കും. അതുകൊണ്ട് നമ്മളുടെ വാക്കുകളിലും നമുക്ക് സൂക്ഷ്മത പാലിക്കാം, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാം, വാക്കുകൾ സൂക്ഷിക്കാം, ഒപ്പം മറ്റുള്ളവരുടെ വാക്കുകളിൽ തളരാതിരിക്കാം, ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാം. മികച്ച സന്തോഷവും സൗഭാഗ്യവും ജീവിതത്തിലും മനസ്സിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നിറച്ചുകൊണ്ട് വിജയത്തിലേക്ക് കടന്നു വരാം. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയാശംസകൾ.